കർത്താവ് പറഞ്ഞ് ചെറിയ കൂട്ടമേ നീ ഭയപ്പെടേണ്ട എന്നല്ലേ. നമ്മൾ ചെറിയ കൂട്ടമായിരിക്കാം. പ്രൈസ് ലോർഡ്. ചെറിയ കൂട്ടത്തോടാണ് കർത്താവ് പറഞ്ഞത് നീ ഭയപ്പെടേണ്ട. ആമേൻ. വലിയ കൂട്ടത്തോടല്ല. സ്തോത്രം. ആളിൻ്റെ പെരുപ്പത്താലല്ല, ആത്മാവിൻ്റെ ഒരുക്കത്താലത്രേ നടത്തിയോത്മാവ് പറയുന്നത്. സ്തോത്രം. ഒന്നുകൂടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. പിന്നെ ഈ കർത്താവ് പറയുന്നത് ആമേൻ, പുതുതായി ജനിച്ചില്ല എങ്കിൽ ഈ ദൈവരാജ്യം കാണുവാൻ സാധ്യമല്ല. ആമേൻ. നമ്മൾ പുതുതായി ജനിച്ചവരാകുന്നു. ആമേൻ. പിന്നെയും കർത്താവ് ആമേൻ ഒരിക്കൽ ഒരു ശിശുവിനെ മുൻപിൽ നിർത്തിയിട്ട് യേശു പറഞ്ഞു, ഈ ശിശുവിനെ പോലെ ജനിക്കണം. ആമേൻ. നമ്മൾ ശിശുക്കളെ പോലെ ആകണം. നമ്മൾ മുതിർന്നിരിക്കാം. ആമേൻ. പ്രായാധിക്യം കൊണ്ട് നമ്മൾ മുതിർന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ ഹൃദയം യേശുവിനോടുകൂടെ. ആമേൻ. ഒരു കൊച്ചുകുട്ടിയുടെ കുറിച്ച് പറഞ്ഞാൽ അവൾ നിഷ്കളങ്കമാണ്. ഒരു കൊച്ചുകുട്ടി എഴുന്നേൽക്കാൻ പറഞ്ഞാൽ എഴുന്നേൽക്കും. ആമേൻ. ഓടാൻ പറഞ്ഞാൽ ഓടും, ചാടാൻ പറഞ്ഞാൽ ചാടും, എടുക്കാൻ പറഞ്ഞാൽ എടുക്കും, ദൈവത്തെ കരങ്ങളടിച്ച് സ്തുതിക്കാൻ പറഞ്ഞാൽ സ്തുതിക്കും, എല്ലാം ചെയ്യും. അത് അനുസരണ മനോഭാവമുള്ള ഉള്ളത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഉണ്ട്. ആയതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പോലെ ആമേൻ ശിശുവിനെ പോലെ നമ്മൾ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആയതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെ തന്നെ നമ്മളായിരിക്കണം. എന്നാൽ നമ്മളെ കൊച്ചുകുട്ടികളായി നമ്മൾ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ ഒരു കർത്താവ് നമ്മുടെ മുൻപിലുണ്ട്. നായകൻ നമ്മുടെ നടുവിലുണ്ട്. ഒരപ്പനുണ്ട്, ഒരു ദൈവം ഉണ്ട്. ആ കർത്താവ് നമ്മളെ കരം പിടിച്ച് നടത്തും. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന മുഴുവൻ മക്കളെയും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വാഗതം പറയുന്നു. എല്ലാവരെയും ഓർത്ത്, മുതിർന്നവരെയും ആമേൻ ഹല്ലേലൂയ, സഹോദര സഹോദരന്മാരെയും ആമേൻ യൗവനക്കാരെയും ബാല്യക്കാരെയും കൗമാരപ്രായക്കാർ മുഴുവൻ പേരെയും, ശൈശവത്തിൽ പ്രായക്കാരെ മുഴുവൻ പേരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ സ്തോത്രം കർത്താവ് ഇന്ന് പകൽക്കാലത്ത് എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലത്ത് നമ്മൾ എന്താ വായിച്ചത്? നമ്മുടെ സദൃശവാക്യങ്ങളുടെ പുസ്തകമാണ് നമ്മളിന്ന് വായിപ്പാനിടയിൽ തീർന്ന. സദൃശവാക്യങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 20 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങളെയാണ് നമ്മളിപ്പോൾ ഇന്ന് പകൽക്കാലത്ത് നമ്മൾ വായിപ്പാനിടയിൽ തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തുടർന്ന് നമുക്ക് ദൈവവചനം ധ്യാനിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം ആമേൻ കേൾക്കുവാൻ, അത് ആമേൻ അത് ആമേൻ കേൾക്കുവാൻ, അത് സ്തോത്രം. ദൈവവചനം കേൾക്കുവാൻ വേണ്ടി എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം കേൾക്കണം. സ്തോത്രം. ആമേൻ. ദൈവവചനമാണ് നമ്മളിന്ന് വായിപ്പാനിടയിൽ തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വചനത്തിൻ്റെ ആമേൻ സദൃശവാക്യങ്ങൾ 1-ന്റെ 23 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, സ്തോത്രം, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, എന്നാൽ ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും എന്ന് ദൈവത്തിൻ്റെ വചനം. ദൈവമാണ് പറയുന്നത്. എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ശാസനയെക്കുറിച്ച് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും ഇവിടെ ഇല്ലേ?
ശാസനയെ കുറിച്ച് പറയുന്നു. സ്തോത്രം. ദൈവം പറയാണ്, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കാണുന്നത് ദൈവം ശാസിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 17-18 വചനം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറപ്പിക്കുകയും ചെയ്യുന്നു. ആറ് കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും. മതി. സ്തോത്രം. ആമേൻ. അവൻ ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അതിന് അധികാരമുള്ളവനാണ്. അവൻ ശിക്ഷകനുമാണ്, രക്ഷകനുമാണ്. എന്നാൽ സ്തോത്രം, നമ്മുടെ കർത്താവ് പൂർണ്ണമായി പറഞ്ഞ രക്ഷകനാണല്ലേ. രക്ഷകനാണ് നമ്മുടെ ദൈവം. ആമേൻ. ആ രക്ഷകനെ കുറിച്ച് യഹോവയായ ദൈവം, യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് രക്ഷകൻ എന്നാകുന്നു. ആമേൻ. അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് പാപമോചകൻ, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുവിക്കുന്നവൻ രക്ഷകൻ എന്നുള്ളതാകുന്നു. യഹോവ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനെന്നും, കർത്താവ് യേശു ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ എന്നുള്ളതാകുന്നു. അവൻ രക്ഷകനാവുന്നു. അവന് ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും അധികാരമുണ്ട്. ആയതുകൊണ്ട് ക്രിസ്തുവിനോട് ഇന്നത്തെ പകൽക്കാലത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ശിക്ഷകൾ രക്ഷയ്ക്കായിട്ട് എന്നുള്ളതാകുന്നു. ശിക്ഷകൾ രക്ഷയ്ക്കായിട്ട് എന്നുള്ളതാകുന്നു ഇന്നത്തെ ചിന്താ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഇവിടെ ഇയ്യോബ് ഫസ്റ്റിൽ പറയുവാനിടെ തീർന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 17-18 ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 17-18 വചനം. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ. അപ്പോൾ ശാസനയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുവാനിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ശാസിക്കണമെങ്കിൽ, ശാസന ഉണ്ടാകണമോ, എന്തായി സംഭവിക്കും? എന്തോ വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. എന്തോ നഷ്ടപ്പെടുവാനിരിക്കുകയാണ്. എന്തോ നഷ്ടങ്ങൾ, വലിയ നഷ്ടം വന്നിരിക്കുകയാണ്. വരുമ്പോഴാകുന്നു ആമേൻ അതിൻ്റെ ഉടമസ്ഥരായിരിക്കുന്നവർ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെയും ദൈവത്തിൻ്റെ മനുഷ്യന്മാരാകുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമായി തീരുമ്പോൾ, നഷ്ടം വരുമ്പോൾ നമ്മുടെ ദൈവം കണക്ക് ചോദിപ്പാനിടയിൽ തീരും. ഹല്ലേലൂയ. ആമേൻ. അതേപോലെ നമ്മുടെ ഭവനത്തിൽ നമുക്ക് അപ്പനും അമ്മയും ഉണ്ട്. അപ്പനും അമ്മയ്ക്ക് മക്കളുണ്ട്. മക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുമ്പോഴോ വരുവാനിരിക്കുമ്പോഴോ അത് മുൻകൂട്ടി കാണുമ്പോൾ അപ്പൻ, അമ്മ, ബാക്കിയുള്ളവരൊക്കെ ശാസിപ്പാനിടയത്തിൽ, പ്രത്യേകാല് അപ്പൻ ശാസിക്കും. അപ്പൻ എന്തെങ്കിലും നാശനഷ്ടം വരുത്തിയാൽ ശിക്ഷിക്കും. അത് ശിക്ഷിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ പിന്നീട് ആ ദോഷം വരാതിരിക്കുവാൻ വേണ്ടിയാകുന്നു അവൻ ശിക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൻ ശിക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശിക്ഷിക്കുക മാത്രമല്ല, അവൻ രക്ഷിക്കുന്ന രക്ഷകനുമാകുന്നു. ഹല്ലേലൂയ. എന്നാൽ മാനവ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോരുത്തരും കാഴ്ചയാലുള്ളത് ഓടിപ്പോകുമ്പോൾ വിശ്വാസത്താലുള്ളത് നഷ്ടപ്പെടുവാനിടയിൽ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ്. കാഴ്ചയാലുള്ളത് നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടി നമ്മൾ ഓടിപ്പോകുമ്പോൾ വിശ്വാസത്താലുള്ളത് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആമേൻ നമ്മളൊക്കെയും കാണുന്നത്. ആമേൻ. എന്നാൽ ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. എന്നാൽ ദൈവം ഒരുക്കിയിരിക്കുന്നത് കാഴ്ചയാലുള്ളത്, ആമേൻ സ്തോത്രം, കാഴ്ചയാലുള്ളത്
കർത്താവ് ഒരുക്കിയിരുന്നു ഒരിക്കല്. വിശ്വാസത്താല് പിന്നെ ഒരുക്കിയതാണ്. എന്നാൽ കാഴ്ചയാൽ ഒരുക്കിയിരുന്നത് നമ്മൾ നോക്കിയാൽ ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ മനുഷ്യനാകുന്ന ആദാവിനെയും ഔവയെയും ആദ്യമായിട്ട് തോട്ടത്തിൽ കൊണ്ടുവരുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ, ആമേൻ. അവിടെ ദൈവത്തിൻ്റെ തോട്ടത്തിൽ ആദാവിനെയും ഔവയെയും കൊണ്ടുവന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി വലിയ നന്മകൾ ഒരുക്കിയിരുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എന്നാൽ ദൈവം കൊണ്ടുവന്ന മനുഷ്യനെ, ആമേൻ, ദൈവം ആ തോട്ടത്തിൽ ആ ദൈവം ഒരുക്കിയ നന്മകൾ പ്രാപിച്ചുകൊണ്ട് നിത്യമായി, ആമേൻ, ഈ കാഴ്ചയാലുള്ള തോട്ടത്തിൽ നിത്യമായി ജീവിക്കുവാൻ കഴിയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം, ഞാൻ പറഞ്ഞു, ആമേൻ, ദൈവത്തിൻ്റെ മനുഷ്യനെ ദൈവം തോട്ടത്തിൽ കൊണ്ടുവന്നു. എന്നാൽ ആ ദൈവം ഈ മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ച നന്മകൾ, ആ നന്മകളൊക്കെ അനുഭവിച്ച് താൻ സൃഷ്ടിച്ച മനുഷ്യൻ തോട്ടത്തിൽ ശാശ്വതമായി നിത്യമായി എന്നേക്കും നിത്യമായി ജീവിക്കുന്ന അതിനു വേണ്ടിയാണ് മനുഷ്യനെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നത്. ആമേൻ, ആമേൻ. ആദിയിൽ ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കാതെ ഇരുന്നുവെങ്കിൽ ആ മനുഷ്യർക്ക്, ആമേൻ, ശാശ്വതമായി ഈ കാഴ്ചയാലുള്ള ലോകത്തിൽ നിത്യമായി ജീവിക്കുവാൻ കഴിയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ കാഴ്ചയാലുള്ള ലോകത്തിൽ ദൈവസൃഷ്ടി തെറ്റിപ്പോയത് നിമിത്തം കാഴ്ചയാലുള്ള ലോകത്തിൽ നിത്യമായി ജീവിക്കുവാൻ സാധ്യമല്ല. ആമേൻ. ആയതുകൊണ്ടാകുന്നു അന്ന് ആളിലെ കാഴ്ചയാലുള്ള ലോകത്തിൽ, ആമേൻ, അവർ തെറ്റിപ്പോയത് കൊണ്ട് മനുഷ്യനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആ മനുഷ്യൻ്റെ ജീവിതത്തിലാണ് കഷ്ടവും സങ്കടവും വേദനയും ഒക്കെ വരുവാനിടയിൽ തീർന്നത്. ആ മനുഷ്യനെ അന്ന് നഷ്ടപ്പെട്ട ആ നിത്യസന്തോഷത്തെ മടക്കി നൽകുവാൻ വേണ്ടിയാകുന്നു കർത്താവ് പിന്നത്തേതിൽ, ആമേൻ, കർത്താവ് യേശു ലോകത്തിൽ വരുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. കാഴ്ചയാലുള്ള ആ നിത്യജീവൻ, ആമേൻ, ഏദൻ തോട്ടത്തിൽ, ആമേൻ, ദൈവം അവർക്ക് ഒരുക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള കാലമെന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നിത്യജീവനെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആദിയിൽ കാഴ്ചയാലുള്ള നിത്യജീവനെ കർത്താവ് ഒരുക്കിയിരുന്നു. ആമേൻ. ആ നിത്യജീവൻ, ആമേൻ, മനുഷ്യൻ തെറ്റിയ നിമിത്തം നഷ്ടമായി. എന്നാൽ നഷ്ടമായ മനുഷ്യന് വീണ്ടും ഒരുക്കിയത് വിശ്വാസത്താലുള്ള നിത്യജീവനെയാകുന്നു. അവിടെ എന്തോ ചിലതൊക്കെ നഷ്ടമായി പോയി. കാഴ്ചയാലുള്ള നിത്യജീവൻ നഷ്ടമായി പോയി. മനുഷ്യന്റെ ശാശ്വതവാസം നഷ്ടമായി പോയി. ശാശ്വതമായുള്ള നന്മകൾ നഷ്ടമായി പോയി. ശാശ്വതമായുള്ള നന്മകൾ, സന്തോഷം, സമാധാനം, ഹല്ലേലൂയ, പ്രത്യാശ, ഉയർച്ച, ആയുസ്, ആരോഗ്യം എല്ലാം നഷ്ടമായി. ആദിയിൽ കാഴ്ചയാലുള്ള ലോകത്തിൽ, ഈ ഭൗമ ലോകത്തിൽ നിത്യമായി ജീവിക്കുവാൻ വേണ്ടി, നിത്യമായി 50-60 വയസ്സ് വരെ അല്ല, ശാശ്വത, അവന് മരണം ഇല്ല. കാഴ്ചയാലുള്ള ഈ ലോകത്തിൽ അങ്ങനെ വലിയ നന്മകളാണ് ദൈവം ഒരുക്കിയിരുന്നത്. എന്നാൽ മനുഷ്യൻ സാത്താൻ്റെ ഉപദേശം കേട്ടത് നിമിത്തം അവൻ്റെ ഈ ലോകത്തിലുള്ള കാഴ്ചയാലുള്ള ഈ ലോകത്തിലെ നിത്യവാസം നഷ്ടമായി പോകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. കാഴ്ചയാൽ നിങ്ങൾ ഗ്രഹിക്കുന്നുള്ളൂ, ആമേൻ, കാഴ്ചയാലുള്ള ആമേൻ, ഈ നന്മകളൊക്കെ നിത്യത, ആമേൻ, നഷ്ടമായി പോകുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആ നഷ്ടനിമിത്തമാണ് കർത്താവ് തൻ്റെ മനുഷ്യനെ, തൻ്റെ സൃഷ്ടിയെ, ആമേൻ, ഹല്ലേലൂയ, ശാസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൻ മക്കളോടെന്ന പോലെ മക്കളെ ശാസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ശാസിക്കുന്നത്? രക്ഷിക്കുവാൻ വേണ്ടി. അവർ പിന്നെയും, ആമേൻ, ലോകത്തിൽ ചെന്ന് ഛേദപ്പെട്ട് പിന്നെയും ഉള്ളത് കൂടി നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി. ഓരോ അപ്പനും തൻ്റെ മക്കൾ, ആമേൻ, ആമേൻ, തൻ്റെ വാക്കുകൾ കേട്ട്, ആമേൻ, നേരെ നടന്നിട്ട് തൻ്റെ നന്മകളൊക്കെ അനുഭവിക്കും. താൻ ഒരുക്കിയിരിക്കുന്നതും അവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നതൊക്കെ പ്രാപിക്കുവാൻ വേണ്ടി അപ്പൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ദൈവം നമ്മൾ ശാശ്വതമായി ജീവിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം. ദൈവം
ഓരോ മനുഷ്യനെയും, ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന ഓരോ മനുഷ്യനെയോടും ദൈവം ശാസിക്കുവാനിടയെ തീരും. ആമേൻ. ഇവിടെ പറയുന്ന യോബിൻ്റെ പുസ്തകത്തിലൂടെ യോബ് പറയുന്നത് ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ഒരു മനുഷ്യനെ ദൈവം ശാസിക്കുന്നില്ലെങ്കിൽ അവൻ ഭാഗ്യവാനല്ല കേട്ടോ. അവൻ ലോകപ്രകാരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകപ്രകാരം പോയാൽ ലോകത്തിൽ കൂടെ മുൻപോട്ട് പോയി ഛേദപ്പെടുവാനിടയെ തീരും. അപ്പൻ്റെ വാക്ക് കേൾക്കാത്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ രക്ഷപ്പെടുമോ? അവൻ തോന്നിയ മാസം ലോകപ്രകാരം ജീവിച്ചാൽ അവൻ ലോകത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുവാനിടയെ തീരും. എന്നാൽ മുതിർന്നവരുടെ വാക്ക്, അപ്പൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നവരൊക്കെയും രക്ഷിക്കപ്പെടുവാനിടയെ തീരും. കാഴ്ചയാൽ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാനിടയെ തീരും. ഹല്ലേലൂയ. ഇവിടെ വിശ്വാസത്തിൻ്റെ നായകനാകുന്ന കർത്താവ് പറയുന്ന കാര്യമാണ്. സ്തോത്രം. ദൈവം ആമേൻ. കർത്താവിൻ്റെ വചനം പറയുന്നതാണ്, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സർവശക്തൻ്റെ ശിക്ഷയെ നിരസിക്കരുത് എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ. ആമേൻ. 1-ാം വചനം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഭവനത്തിലെ ഓരോ അപ്പൻ്റെ വാക്കുകളും, ഓരോ അപ്പൻ്റെയും വാക്കുകൾ, മക്കളോടുള്ള വാക്കുകൾ അവർ കേട്ടനുസരിച്ചാൽ അപ്പൻ്റെ മനസ്സ് പൊഴിയും. ആമേൻ. മഞ്ഞുതുള്ളി പോലെ അലിയും. എൻ്റെ മകൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, എൻ്റെ മക്കൾ, എൻ്റെ മകൾ, എൻ്റെ മകൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. അപ്പൻ്റെ മനസ്സ് മഞ്ഞുതുള്ളി പോലെ, ഹിമം പോലെ പൊഴിച്ചു തരുമെന്നാണ്. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ 27 വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, അതിൻ്റെ 25 വായിക്കുന്നത്, നിങ്ങൾ എൻ്റെ ആലോചനയെ ത്യജിക്കാതെയും എൻ്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതെയും ചെയ്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അനർത്ഥത്തിൽ ചിരിക്കും. അവിടെ പറയുന്നത്, എൻ്റെ ആലോചന, എൻ്റെ ശാസനയെ നിങ്ങൾ കൂട്ടാക്കാതിരുന്നാൽ നിങ്ങൾക്ക് ദോഷം വരുമ്പോൾ ഞാൻ ചിരിക്കും. ദൈവം പറയുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 30-ാമത്തെ വചനം പറയുന്നത്, 1-ാമത്തെ സർശവാക്യം 1-30 പറയുന്നത്, അവർ എൻ്റെ ആലോചനയെ അനുസരിക്കാതെ എൻ്റെ ശാസനയെയും നിരസിച്ചു കളഞ്ഞത് കൊണ്ട് അവർ സ്വന്തം വഴികളുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മളെപ്പോഴും മുതിർന്നവരുടെ വാക്ക് കേട്ടിട്ടാണ് മുമ്പോട്ട് പോകാൻ. അപ്പൻ്റെ വാക്കുകൾ കേട്ടിട്ട്, ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് മുമ്പോട്ട് പോകാൻ. എന്നാൽ ഛേദപ്പെടത്തില്ല, നഷ്ടം വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനിടയെ തീരും, ഉയർച്ച പ്രാപിപ്പാനിടയെ തീരും. ഹല്ലേലൂയ. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ശാസന കേട്ടനുസരിക്കുന്നു. ആമേൻ. മുതിർന്നവരുടെ ശിക്ഷണത്തിന് നമ്മൾ വഴങ്ങുന്നു. നമ്മൾ അവരെ ശിക്ഷിക്കുമ്പോൾ, അപ്പനാണ് എന്നെ ശിക്ഷിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവമാണ് അത് ചെയ്തത്. നമ്മളെ ഈ ശിക്ഷണം നമ്മൾ അനുഭവിക്കുന്നത് ദൈവത്താൽ വന്നിരിക്കുന്നു നമ്മൾ ഗ്രഹിച്ച് ദൈവത്തിങ്കിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, അവനെ കേട്ടനുസരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിപ്പാനിടയെ തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളുടെ പുസ്തകം, ഹല്ലേലൂയ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 94-ന്റെ 13, 14, 15 വചനം ഒന്ന് വായിച്ചാട്ടെ. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയില്ല. മതി. സ്തോത്രം. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് 94-ന്റെ 13, 14 വചനങ്ങൾ വായിക്കുന്ന ഇപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 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 ദൈവം ശിക്ഷിക്കുകയും ന്യായപ്രമാണത്തെ, എന്താ വായിച്ചത് ഒന്നുകൂടെ? നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, ഭക്തൻ പറയുന്നത്, ദൈവം ശിക്ഷിക്കുകയും ദൈവത്തിന്റെ ന്യായപ്രമാണം ആമേൻ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എല്ലാവരോടും ഉപദേശിക്കുന്നില്ല, അപ്പനെ കേട്ടനുസരിക്കുന്നവരോട് മാത്രമാണ് അത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. അപ്പൻ്റെ പ്രമാണം, അപ്പൻ്റെ ന്യായങ്ങളെ പറയാനിടയിൽ തീരുന്നത്. അപ്പനൊരു ന്യായമുണ്ട്, അപ്പനൊരു ന്യായപ്രമാണമുണ്ട്.
ഹല്ലേലൂയ. അപ്പനൊരു നിത്യ പ്രമാണമുണ്ട്, അപ്പനൊരു നടത്തിപ്പുണ്ട്. അപ്പൻ്റെ മക്കളാരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അപ്പനൊരു ഉപദേശമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അപ്പൻ്റെ ഉപദേശമാകുന്നു ന്യായപ്രമാണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ഹല്ലേലൂയ. അങ്ങനെ കേൾക്കുന്നവരെ കേൾക്കുന്ന ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. നേരെ മറിച്ച് ഹല്ലേലൂയ, അപ്പൻ്റെ ഉപദേശം കേൾക്കാതെ, അപ്പൻ്റെ ന്യായപ്രമാണം അനുസരിക്കാതെ ധിക്കരിച്ച് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അവൻ നമ്മളെ തള്ളിക്കളയുവാനിടെ, കൈവിടുവാനിടെ തീരും. ഇവിടെ പിന്നെ തുടർന്ന് പറയുന്നത്, നല്ല ഹൃദയമുള്ളവരൊക്കെയും അവൻ്റെ ആലോചന കേട്ട് അവനോട് യോജിക്കുമെന്നാകുന്നു. ഹല്ലേലൂയ. നമ്മുടെ നമ്മൾ ആമേൻ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നല്ല ഹൃദയമായിരിക്കണം. നമ്മൾ ശുദ്ധ ഹൃദയമുള്ളവരായിരിക്കണം. നമ്മുടെ അപ്പൻ നമ്മളെ ഉപദേശിക്കുമ്പോൾ, അപ്പൻ്റെ അപ്പൻ്റെ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ, നമ്മൾ അപ്പനെ ആമേൻ നമ്മുടെ ശുദ്ധ ഹൃദയത്തോടുകൂടെ, അപ്പനെ ധിക്കരിക്കാതെ ശുദ്ധ ഹൃദയത്തോടുകൂടെ ആമേൻ അവൻ്റെ ആലോചന കേൾക്കുകയാണെങ്കിൽ, അവനോട് യോജിക്കുകയാണെങ്കിൽ ആമേൻ ആമേൻ അവർ വിടുവിക്കപ്പെടുമെന്നാകുന്നു. ആമേൻ ആമേൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ചേർത്ത് കൊള്ളുമെന്നാകുന്നു ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ള മനുഷ്യനെ ദൈവം വിടുവിക്കുമെന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഏദൻ തോട്ടത്തിൽ, പ്രൈസ് ദി ലോർഡ്, എങ്ങനെ ഏദൻ എന്ത് സംഭവിച്ചു? ഏദൻ തോട്ടത്തിൽ ദൈവം ആമേൻ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനൊരു പ്രമാണം കൊടുത്തു, അവനൊരു കൽപ്പന കൊടുത്തു. ആ കൽപ്പന തെറ്റിയത് നിമിത്തം ദൈവം അന്ന് മനുഷ്യനെ തൻ്റെ നന്മയിൽ നിന്ന്, തൻ്റെ തോട്ടത്തിൽ നിന്ന്, അവൻ തൻ്റെ മക്കൾക്ക് ഒരുക്കി വച്ചിരുന്ന തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ കഷ്ടവും നഷ്ടവും ഒക്കെ കയറി വന്നു, ഭാരം കയറി വന്നു. അവരുടെ ആയുസ് പോയി, ആരോഗ്യം പോയി, എല്ലാം പോയി. ഏതെങ്കിലും തട്ടിൽ നമ്മൾ നോക്കിയാൽ അവർ നിത്യവാസമാണ് അവർ ദൈവം ഒരുക്കി വെച്ചിരുന്നത്. പക്ഷേ സ്തോത്രം, ആമേൻ, അവരുടെ ആ നന്മകളിൽ നിന്നെല്ലാം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിങ്ങനെ, നീ ആമേൻ വിയർപ്പോടെ ഉപജീവിക്കും. നിന്റെ അധ്വാനം ഇനി നീ അധ്വാനിക്കുമ്പോൾ, നീ വിതയ്ക്കുമ്പോൾ, കൊയ്യുമ്പോൾ 100 മേനി നിനക്ക് ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം നീ കഷ്ടത്തോട് മനുഷ്യനോട് പറഞ്ഞത്, നീ കഷ്ടവും സങ്കടവും നീ അനുഭവിക്കും, നീ നിന്റെ വിയർപ്പോടുകൂടെ നീ ഉപജീവനം കഴിക്കും. അങ്ങനെ ഒരുപാട് നഷ്ടമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ന് സംഭവിക്കാനിടയിൽ. അങ്ങനെ നഷ്ടം വരുത്തിയത് എന്തിനെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും പഠിക്കുവാൻ വേണ്ടിയുണ്ട്. ഓരോരുത്തരും പഠിക്കണം. കഷ്ടം വരുന്നത് ഹല്ലേലൂയ ആമേൻ പഠിക്കുവാൻ വേണ്ടിയാണ്. നഷ്ടം വരുന്നത് പഠിക്കുവാൻ വേണ്ടിയാണ്. രോഗം വരുന്നത്, ഭാരം വരുന്നത്, ഇല്ലായ്മ വരുന്നത് പഠിക്കുവാൻ വേണ്ടിയാണ്. അപ്പനെ പഠിക്കുവാൻ വേണ്ടി, അപ്പൻ്റെ ഉപദേശങ്ങളെ പഠിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ദൈവിക ഉപദേശങ്ങൾ പഠിക്കുവാൻ വേണ്ടി. നേരെ മറിച്ച് ആമേൻ നഷ്ടങ്ങളൊന്നും വരുത്താതെ ഹല്ലേലൂയ അവനെ മുൻപോട്ട് അങ്ങ് വിട്ടുകഴിഞ്ഞാലുണ്ടല്ലോ, കൂടുതൽ ദോഷത്തിൽ ചെന്ന് ചേതപ്പെടും, കൂടുതൽ അപകടത്തിൽപ്പെടും, കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കും. അതുകൊണ്ടാണ് അപ്പൻ മക്കളെ ശാസിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത്, അപ്പൻ്റെ ശാസന, ആമേൻ, അപ്പൻ ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ, അപ്പൻ്റെ ശാസനം നിരസിക്കരുതെന്ന് ദൈവജനം പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഏദൻ തോട്ടത്തിൽ വെച്ച് അവരെ ശിക്ഷിച്ചു എങ്കിലും, അവരെ കഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എങ്കിലും, പുതിയ നിയമസഭയിലെ പുതിയ നിയമപ്രകാരം പിന്നെയും അവരെ രക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. കൃപായുഗത്തിൽ മനുഷ്യനെ രക്ഷിക്കുകയാണ്. എന്നാൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി കാലഘട്ടത്തിൽ അന്ന് കാഴ്ചയാൽ ഒരുക്കിയ നിത്യരക്ഷ മനുഷ്യ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് നിമിത്തം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് വിശ്വാസത്താലുള്ള നിത്യരക്ഷയെ പിന്നെയും അവൻ വാഗ്ദത്തം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആയതിലേക്കാകുന്നു, ആ നിത്യരക്ഷയിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാകുന്നു ദൈവമാകുന്ന കർത്താവ് ഈ പകൽക്കാലത്തിൽ ഈ വചനങ്ങളിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പഴയ ആദിമ കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരുക്കി കാഴ്ചയാലുള്ള നിത്യജീവൻ നഷ്ടമായി.
നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും കാഴ്ചയാലുള്ള നിത്യജീവൻ ഒരുക്കിയിരുന്നു. അത് നഷ്ടമായി. അത് നഷ്ടമായത് കൊണ്ട് വിശ്വാസത്താലുള്ള നിത്യജീവൻ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയാകുന്നു പിന്നെയും കർത്താവ് ശിക്ഷിച്ച് ബാലശിക്ഷ നൽകി തൻ്റെ മക്കളെ വളർത്തി ആമേൻ പിന്നെയും വിശ്വാസത്താലുള്ള നിത്യജീവനിലേക്ക് നടത്തുന്നത്. ഹല്ലേലൂയ. ഇവിടെ യാക്കോബിന്റെ പുസ്തകം ആമേൻ 1:12-13-14-15 വായിച്ചിട്ട് യാക്കോബിന്റെ ലേഖനം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1:12 മുതൽ ചില വചനങ്ങൾ വായിച്ചാട്ടെ. ആ 1:12 യാക്കോബ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. സ്തോത്രം. ഇവിടെ പറയപ്പെടുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെ ജീവിതത്തിലും പരീക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഒരു മനുഷ്യനെ ആമേൻ നമ്മൾ ചിലപ്പോൾ കഷ്ടമായിരിക്കും, നഷ്ടമായിരിക്കും, രോഗമായിരിക്കും, ഭാരമായിരിക്കാം, അങ്ങനെ പലതരത്തിൽ മനുഷ്യൻ പരീക്ഷിക്കപ്പെടും. നമ്മളിലിപ്പോൾ നന്മകളൊന്നും എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ആരുമില്ലാതെ നമ്മൾ പരീക്ഷിക്കപ്പെടും. ഇതിൻ്റെ നടുവിലും നമ്മൾ ദൈവത്തിന്റെ മുഖം നോക്കി ദൈവം പിടിച്ചു നിൽക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ വായിച്ചത്? പരീക്ഷിക്കപ്പെടുന്നത് പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി. ആമേൻ ആമേൻ. പരീക്ഷയില് യോബിന്റെ ജീവിതത്തിൽ നോക്കിയാൽ യോബിന്റെ ജീവിതത്തിൽ പരീക്ഷ കടന്നു വരുവാനായി തീർന്നു. എങ്ങനെയാണ് പരീക്ഷിക്കപ്പെട്ടത്? പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ടു. ദൈവത്താലാണോ പരീക്ഷിക്കപ്പെട്ടത്? അല്ല. ആമേൻ. സാത്താൻ വന്ന് ആമേൻ ഹല്ലേലൂയ യോബിനെ കുറിച്ച് കുറ്റം പറഞ്ഞു. ഹല്ലേലൂയ. യോബിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ ആമേൻ യോബിനെ ദൈവം ഉയർത്തി വച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഉയർത്തി വച്ചിരിക്കുന്നത് കൊണ്ടാകുന്നു യോബ് നിന്നെ ആരാധിക്കുന്നത്, നിന്നെ സ്തുതിക്കുന്നത്, നിന്റെ വഴികളിൽ നടക്കുന്നത്, നിന്റെ വഴികളിൽ നിഷ്കളങ്കനായിരിക്കുന്നത്, നിന്റെ വഴികളിൽ നിന്റെ ഭക്തനായിരിക്കുന്നത്. നീ അവനെ ഉയർത്തി വച്ചിരിക്കുന്നത് കൊണ്ടാകുന്നു എന്ന് സാത്താൻ വന്ന് പറയുവാനിടയെ. അങ്ങനെയാണെങ്കിൽ അവനെ ഉയർത്തി വച്ചിരിക്കുന്നത് കൊണ്ടാണോ എന്ന് പരിശോധിക്കേണ്ടതിന്, അതിന്റെ മേലാണോ അതിന്റെ കാരണത്താലാണോ അവൻ എന്നെ ആരാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യോബിനെ ഉയർത്തി വച്ചിരിക്കുന്നത് കൊണ്ടാണോ അവൻ യോബ് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് നോക്കേണ്ടതിന് സാത്താനെ ഏൽപ്പിക്കാൻ. സാത്താനാണ് ആ കുറ്റം പറയുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ. അങ്ങനെ സാത്താനെ ഏൽപ്പിച്ചു. ചില നിമിഷങ്ങളിൽ, ചില മണിക്കൂറുകൾ, ചില ദിവസങ്ങൾ സാത്താനെ ഏൽപ്പിച്ചു. അങ്ങനെ സാത്താൻ വന്ന് പരീക്ഷിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. സാത്താൻ വന്ന് യോബിനെ ബാധിച്ചു, അവന്റെ സ്വത്തുവകളിൽ ബാധിച്ചു, അവന്റെ കുടുംബത്തിൽ ബാധിച്ചു. അങ്ങനെ 1-2 പ്രാവശ്യമായിട്ട് ആമേൻ എല്ലാം സാത്താൻ വന്ന് അവന്റെ സ്വത്തുവകളെ മുഴുവനെ നഷ്ടപ്പെടുത്തിയെങ്കിലും ആമേൻ സാത്താനാണ് നഷ്ടപ്പെടുത്തുന്നത്. ആമേൻ ദൈവമല്ല നഷ്ടപ്പെടുത്തുന്നത്. നമ്മളെ ആരെങ്കിലും നമ്മളെ രോഗിയാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ, നമ്മളെ ബലഹീനരാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും നമ്മളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഛേദം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് സാത്താനാണ്, ദൈവമല്ല. ഹല്ലേലൂയ. ആമേൻ. അവിടെ സ്തോത്രം. എന്നാൽ അവൻ തൻ്റെ പരീക്ഷാകാലത്ത് താൻ ദൈവത്തോടുകൂടെ പറ്റിച്ചേർന്ന് നിന്ന് കേട്ടോ. തൻ്റെതെല്ലാം, തനിക്കുള്ള നന്മകളൊക്കെയും എല്ലാം നഷ്ടമായി പോയപ്പോഴും ദൈവസന്നിധിയിൽ അവൻ ഉറച്ചു നിന്നു. ദൈവസന്നിധിയിൽ യോബ് ഉറച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്ര പേര് ആമേൻ വചനങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്തോത്രം സ്ഥാനമുണ്ടോ? എല്ലാവരും സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. യോബ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുപോലെ നമ്മുടെ നന്മകൾ ചിലപ്പോൾ നമ്മുടെ നന്മകൾ നഷ്ടം വന്നിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായി മാനസികമായി നഷ്ടം വന്നിരിക്കാം. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കണം. എന്നാൽ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കണം. യോബിനെ പോലെ ഉറച്ചു നിൽക്കണം. എന്നാൽ ആമേൻ അതിൻ്റെ പരിണഫലം എന്ന് പറയുന്നത് ആമേൻ ഇരട്ടി നന്മയാണ് കേട്ടോ. യോബ് പിന്നത്തേതിൽ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഇരട്ടി പ്രാപിപ്പാനിടയിൽ തീർന്നു. അതേപോലെ ഓരോരുത്തരും ഇരട്ടി പ്രാപിപ്പാനിടയിൽ തീരും. ഈ ലോകത്തിലും
രാജ്യത്തിലും ആമേൻ ദൈവം ഒരുക്കിയിരിക്കുന്നതും പ്രാപിപ്പാൻ ഇരട്ടി യോബിന് ഇരട്ടി ലഭിപ്പാനിടയിൽ തീർന്നു. ദൈവസന്നിധിയില് തൻ്റെ പരീക്ഷാ കാലത്തില് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് ഇരുന്ന സമയത്തില് സാത്താന് ഛേദപ്പെടാതിരുന്നത് കൊണ്ട് ഹല്ലേലൂയ. ആ വചനം വായിച്ചാലും യാക്കോബിന്റെ 1:12 മുതൽ പരീക്ഷ യാക്കോബ് ഇവിടെ യോബ് പരീക്ഷ സഹിപ്പാനിടയിൽ തീർന്നു. തന്നെ യോബിന്റെ ജീവിതത്തിലെ സകല അവന്റെ ശരീരത്തിൽ ആദ്യം അവന്റെ സ്വത്തുവകൾ മൊത്തം നഷ്ടപ്പെട്ടു. എന്നാൽ പിന്നീട് രണ്ടാമത്തെ പരീക്ഷയിൽ അവന്റെ ശരീരത്തിൽ കേടുപാട് വന്നു, അവന്റെ ശരീരത്തിൽ വ്രണം വന്നു. അവർക്കും അവനുള്ളതെല്ലാം നഷ്ടമായി. അവന്റെ ഭാര്യ വരെ ത്യജിച്ചു പറഞ്ഞു. എന്നാൽ ആ പരീക്ഷയിൽ അവൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അതിൽ വിജയിപ്പാനിടയിൽ തീർന്നു. വായിച്ചാലും പരീക്ഷിക്കപ്പെടുന്നവൻ ഭാഗ്യവാൻ. പരീക്ഷിക്കപ്പെടുന്ന നമുക്ക് പരീക്ഷ വരുന്നുണ്ടോ? രോഗമോ ഭാരമോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടോ? കഷ്ടപ്പാടുകൾ വരുന്നുണ്ടോ? ഒറ്റപ്പെടലുകൾ വരുന്നുണ്ടോ? നിരാശ വരുന്നുണ്ടോ? സങ്കടം വരുന്നുണ്ടോ? ഇത് രക്ഷയ്ക്കായിട്ടാണ്. ഇത് ദൈവത്താൽ നമ്മൾ ജയിക്കണമെന്നാണ് ദൈവാത്മാ പറയുന്നത്. ഹല്ലേലൂയ. നാളുകളിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരെ ഹല്ലേലൂയ അവൻ ഉയർത്തുവാനിടയിൽ തീരും, അവൻ അനുഗ്രഹിപ്പാനിടയിൽ തീരും, അവൻ വിടിവിപ്പാനിടയിൽ തീരും, അവൻ സൗഖ്യം വരുത്തുവാനിടയിൽ തീരും. ഹല്ലേലൂയ. അവൻ നന്മകൾ നൽകുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ഈ പരീക്ഷയെ നമ്മൾ ജയിക്കണം. യോബിനെ പോലെ പരീക്ഷയിൽ അകപ്പെടാതെ ഹല്ലേലൂയ നമ്മൾ ജയിക്കണമെന്നാണ് ദൈവം പറയുന്നത്. അവിടെ തുറന്നു വായിച്ചാലും കൊള്ളാവുന്നവനായി യോബ് കൊള്ളാവുന്നവനായി തീരുവാനിടയിൽ തീർന്നു. എന്നാൽ എന്തെന്ന് കാരണം കൊള്ളാവുന്നവനായി തീർന്നതെന്ന് പറഞ്ഞാൽ സാത്താൻ പരീക്ഷിച്ചപ്പോൾ സാത്താൻ ബാധിച്ചപ്പോൾ ദൈവത്തെ അവൻ തിരസ്കരിച്ചില്ല കേട്ടോ. ദൈവമാണ് എന്നെ ഹല്ലേലൂയ എന്നെ തകർത്തത്, എന്നെ തളർത്തിയത്. പലപ്പോഴും നമ്മളൊക്കെ പറയും നമുക്കൊരു കഷ്ടപ്പാട് വന്നാൽ ദൈവം അറിയാതെ വരുന്നില്ലല്ലോ, ദൈവമായിരിക്കും എന്നെ ഇത്രയും തളർത്തിയത്, ദൈവം അറിയാതെ വരുന്നില്ലല്ലോ. ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ നന്നായി വരാൻ വേണ്ടിയാണ് ഈ അടി നമ്മളെ അടിച്ചിരിക്കുന്നത്. ഈ രോഗം, ഈ ക്ഷീണം, ഈ ഭാരം നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ കൊള്ളാവുന്നവനായി തീരുവാൻ നമ്മൾ ദൈവത്തെ പിന്നെ അന്വേഷിക്കുന്നവരായി തീരുവാൻ, ദൈവവിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ഹല്ലേലൂയ അതിനുവേണ്ടിയാകും നമ്മൾ പലപ്പോഴായി ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാകുന്നു അപ്പൻ്റെ ശിക്ഷയെ നിരസിക്കരുത്. അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ മുന്നേറണമെന്നാകുന്നു ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. വായിച്ചാലും ദിവസേ തെളിഞ്ഞ ശേഷം കർത്താവ് അവൻ തെളിഞ്ഞു വരണം. നല്ലവനെന്ന് വീണ്ടും ദൈവം കാണണം. തന്റെ പരീക്ഷയിൽ ജയിച്ച് ജയാളിയായി വരണം. അങ്ങനെ വായിച്ചാലും ജീവകിരീടം, എല്ലാ മഹത്വവും അവന് നൽകുവാൻ, എല്ലാം സിദ്ധിപ്പാനിടയിൽ തീരും. എല്ലാ നന്മകൾ, എല്ലാ അനുഗ്രഹങ്ങൾ, എല്ലാ വിടുതലും എല്ലാ ഉയർച്ചയും ആത്മീകവും ഭൗതികവും ഈ ലോകത്തിലും പരലോകത്തിലും വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ലഭിപ്പാനിടയിൽ തീരും. അത് സിദ്ധിപ്പാനിടയായി തീരും. അത് പ്രാപിപ്പാനിടയിൽ തീരും. അത് നമ്മൾ ഈ ഈ രാജ്യത്തിൽ തന്നെ അനുഭവിപ്പാനിടയിൽ തീരും. നമ്മള് നഷ്ടപ്പെട്ടല്ല ഈ ലോകത്തിൽ തന്നെ. ചിലരൊക്കെ പറയും അത് ദൈവത്തിലാങ്ക് സ്വർഗത്തിൽ ചെന്നിട്ട് നമ്മൾ അനുഭവിക്കുമെന്ന്. അല്ല, ഇവിടെ വച്ച് തന്നെ നമ്മൾ അനുഭവിച്ചിട്ട് പോകും. നമ്മൾ അങ്ങനെ അനുഗമിക്കുകയാണെങ്കിൽ, കർത്താവിനെ അനുഗമിക്കുകയാണെങ്കിൽ, അവൻ പറയുന്നത് കേട്ട് അനുസരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പരീക്ഷാകാലത്ത് അവൻ നമ്മോട് കൂടെ ഇരിക്കും. നമ്മൾ അവനോട് കൂടെ ഇരുന്നാൽ അവൻ നമ്മോട് കൂടെ ഇരിക്കും. നമ്മൾ അപ്പനോട് കൂടെ ഇരുന്നാൽ, നമ്മുടെ അപ്പനോട് കൂടെയാണ് നമ്മുടെ വാസം. നമ്മുടെ അമ്മയോട് കൂടെ, നമ്മുടെ കർത്താവിനോട് കൂടെയാണോ നമ്മുടെ വാസം, അവൻ നമ്മളോട് കൂടി ഇരിപ്പാനിടയിൽ തീരും. നമ്മുടെ കഷ്ടത്തിൽ നഷ്ടത്തിൽ നമ്മളെ കൈവിടുന്നവനല്ല, നമ്മളെ ഉയർത്തുവാനിടയിൽ തീരും. വായിച്ചാലും ദിവസം തുടർന്ന് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. നോക്കിക്കേ, പരീക്ഷ പലരുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പല മനുഷ്യരും ദൈവത്തോട് കുറ്റം പറയുവാനിടയിൽ. അപ്പം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവമാണ് എന്നെ പരീക്ഷിക്കുന്നതെന്ന് പറയരുത്. അത് സാത്താനാലാണ് പരീക്ഷിക്കപ്പെടുന്നത്. സാത്താൻ നമ്മളെ വശീകരിച്ചത് കൊണ്ടാകുന്നു നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. ദൈവം ദോഷങ്ങളായി പരീക്ഷിക്കപ്പെടുന്നില്ല. ദോഷങ്ങളാൽ മനുഷ്യന് തൻ്റെ സൃഷ്ടിയെ, തൻ്റെ മക്കളെ
ദോഷം വരുത്തി ആരെയും പരീക്ഷിക്കത്തില്ല. Praise the Lord. ഹല്ലേലൂയ. ദോഷം വരുത്തി തന്റെ മക്കളെ ആരെയും പരീക്ഷിക്കത്തില്ല. തുടർന്ന് വായിച്ചാൽ അതിന്റെ തുടർന്ന് ഉള്ള വചനം. പിന്നെ പരീക്ഷിക്കുന്നത് ആരാണ്? ആദ്യ നിമിത്തമാണ്, നമ്മൾ നിമിത്തം തന്നെയാണ്. നമ്മളും സാത്താനുമായിട്ടുള്ള ബന്ധ നിമിത്തമാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. ഓരോ മനുഷ്യനും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ. നോക്കിക്കേ, നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്, നമ്മൾ രോഗിയായി തീരുന്നത്, നമ്മൾ ഭാരപ്പെടുന്നത്, നമ്മൾ തളരുന്നത്, തകരുന്നത്, വീണ് പോകുന്നത്, കുഴയുന്നത്, ബലഹീനരായി പോകുന്നത് നമ്മുടെ സ്വന്തം മോഹത്താല്. ആമേൻ. മോഹം എവിടെ നിന്ന് വരുന്നു? സാത്താനിൽ നിന്നാണ് വരുന്നത്. ആമേൻ. സാത്താനിൽ നിന്നാണ് മോഹം വരുന്നത്. സാത്താൻ ഒരു മനുഷ്യന്റെ മേല് ആമേൻ മോഹം കൊണ്ടിട്ട് അവനെ മോഹിപ്പിച്ച് അവനെ പാപിയാക്കി തീർക്കുന്നു. പാപം മൂത്തിട്ട് രോഗമുണ്ടാകുന്നു, മരണമുണ്ടാകുന്നു. ആമേൻ. ഇങ്ങനെയാകുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ വരുമ്പോൾ സ്വന്തം സാത്താൻ നമ്മളിൽ പ്രവർത്തിച്ചിട്ട്, ആമേൻ, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളിൽ പ്രവർത്തിച്ചിട്ട് നമ്മളെ നമ്മളെ സ്വന്തം മോഹമാക്കി മോഹിപ്പിക്കുകയാണ്. പലതിനെയും നമ്മൾ മോഹിക്കുന്നു. ആമേൻ. ആമേൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ എന്തെങ്കിലും എത്തി വളരെ ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ ചില ദൈവാസന്മാരെയൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരും. ചിലരൊക്കെ പറയും, ആമേൻ, ഈ മനുഷ്യന്റെ മേല്, ഈ മനുഷ്യൻ ഇത്രയും ആമേൻ വീണിരിക്കുന്നത്, ഇത്രയും രോഗിയായിരിക്കുന്നത്, ആമേൻ, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ കേൾക്കാത്തത് മോഹിനി പിശാച് ബാധിച്ചിരിക്കുകയാണ്. ആരെങ്കിലും കൊണ്ടുവന്ന് അവനെ ഒഴിപ്പിക്കണമെന്നൊക്കെ പറയും. ഹല്ലേലൂയ. ഒഴിപ്പിക്കണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇത് സാത്താൻ നമ്മളിൽ നേരിട്ട് ഇടപെട്ട് നമ്മൾ ആ സാത്താൻ്റെ മോഹം നമ്മൾ ജ്വലിപ്പിച്ചിട്ടാണ് നമ്മൾ ആ മോഹത്തിന് വശപരമായി തീരുന്നത്. ആമേൻ. നമ്മുടെ മോഹം നിമിത്തമാണ് നമ്മളൊരു പാപിയായി രോഗിയായി ഒക്കെ തീരുന്നത്. അങ്ങനെയാണ് ക്ഷീണിക്കുന്നത്, അങ്ങനെയാണ് ബലഹീനരായി തീരുന്നത്, അങ്ങനെയാണ് കഷ്ടം അനുഭവിക്കുന്നത്. അല്ലാതെ ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, സ്വന്തം മോഹത്താല്. ആമേൻ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മോഹം ഉണ്ടാകും. നമ്മൾ സാത്താനെ ശാസിച്ചാൽ മതി, മാറിപ്പോ സാത്താനെ എന്ന് പറയും. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, നിന്നെ ഞാൻ ജയിക്കും. സാത്താൻ കൊണ്ടുവരുന്ന മോഹത്തെ ആമേ ഞാൻ ജയിക്കും. ആമേ, നിനക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വന്തം മോഹം നമ്മൾ ഉയരുമ്പോൾ ആമേൻ വേറൊരാളൊന്ന് സാത്താനെ മോഹിനി പിശാചെ മാറ് എന്ന് പറഞ്ഞാലൊന്നും മാറത്തില്ല. നമ്മൾ തന്നെ അത് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ സ്വന്തം മോഹത്തിൽ നിന്നാകുന്നു. ആമേൻ. എന്താ ദിവസം വായിച്ചത്? ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നു. സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുന്നു ആയതുകൊണ്ടാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് ആമേൻ മരണത്തെ പ്രവന്നു. ആമേൻ. പാപം മുഴുത്തിട്ടാകുന്ന രോഗമുണ്ടാകുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇതൊരു പരീക്ഷ കാലഘട്ടമാണ്. ഈ പരീക്ഷ കാലഘട്ടത്തെ മരണത്തിനും ഹല്ലേലൂയ ഇതിൻ്റെ ഇടയിലുള്ള ഈ കാലഘട്ടത്തെ നമ്മൾ ദൈവത്താൽ ജയിക്കണം. ദൈവിക ഉപദേശത്താൽ അപ്പൻ്റെ വാക്ക് കേട്ടനുസരിച്ച് പിശാചിനെ ശാസിച്ച് മാറ്റുകയാണെങ്കിൽ നമ്മൾ ജയം പ്രാപിപ്പാനിടയിൽ തീരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ദൈവമെന്ന കർത്താവ് ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. ദോഷങ്ങളാൽ ആരെയും ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദോഷം ഉണ്ടാകുമ്പോഴാണ് ആമേൻ ശാസന വരുന്നത്. ഹല്ലേലൂയ. എടാ, നീ ഇന്നതുപോലെ നടക്കണം, ഇന്നതുപോലെ നടന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നല്ലോ കേട്ടനുസരിച്ചില്ലെങ്കിൽ നീ ദോഷപ്പെടുവാനിടയിൽ തീരും എന്ന് പറഞ്ഞ് അപ്പൻ ശാസിക്കും. അതേപോലെയാണ് ദൈവം ശാസിക്കുന്നത്. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നത് ഇവിടെ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 12 വചനങ്ങളിലൂടെ വേഗത്തിൽ വിരാം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് അബ്രഹാമിനെ കുറിച്ച് നന്നായി അറിയാം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു. നമ്മളെ എല്ലാവരെയും ഇന്ന് ദൈവം വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും.
അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചവരെന്ന് വിശ്വസ്തര അബ്രഹാമിനെ വിളിച്ചു. പക്ഷെ അബ്രഹാമിന്റെ ജീവിതത്തില് ഹല്ലേലൂയ ആമേൻ ആമേൻ അവരുടെ ജീവിതത്തില് മക്കളില്ല എന്നുള്ള ഒരു വിഷയം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവര് അബ്രഹാമിന് ആമേൻ 99 വയസ്സായി, സാറയ്ക്ക് 90 ഇത്രയും കാലം അവര് മക്കളില്ലാതെ ഇങ്ങനെ നടക്കുകയാണ്. ദൈവം അവരെ വിളിച്ചു, വിശ്വസ്തനെന്നെണ്ണി, അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു, എല്ലാം ശരി. പക്ഷെ അവർക്ക് മക്കളില്ല. വലിയൊരു വിഷയമാണ് അവരെ പോരാടുന്നത്. ഹല്ലേലൂയ. അവരുടെ പ്രത്യാശയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഭംഗം വരുവോളം 90 99 വയസ്സായിരിക്കുകയാണ്. സാറയ്ക്ക് 90 അബ്രഹാമിന് 99 വയസ്സായിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ മക്കളെ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ മക്കൾ ലഭിക്കത്തില്ല ഈ ലോകപ്രകാരം. എന്നാൽ ദൈവത്തിൻ്റോട് കൂടെ ഉണ്ടോ? ദൈവത്തോട് കൂടെ ഉണ്ടോ? ആമേൻ. തങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളോ, എന്തൊക്കെ ഇല്ലായ്മകളോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ, ആമേൻ, അതെല്ലാം വിഷയം ദൈവത്തോടു കൂടെ നീ അന്ത്യം വരെ ഉണ്ടോ, അതാകുന്ന വിഷയം. എന്നാൽ അബ്രഹാം ദൈവത്തോടു കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു, സാറയും ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസത്തിൽ അവർ വാർദ്ധക്യം കൊണ്ട് ക്ഷീണിച്ചു പോയില്ല. വിശ്വാസത്തിന് ക്ഷീണം വന്നില്ല. ആമേൻ. അവരുടെ ശരീരം കൊണ്ട് ക്ഷീണം വന്നു, ഇനി ഒന്നും നടക്കത്തില്ല എന്ന് ചിന്തിച്ചു. സാത്താൻ അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കൊണ്ടിട്ടു അവരുടെ ജീവിതത്തിൽ. പലരും പരിഹസിച്ചു, പലരും നിന്ദിച്ചു, ഇനി നടക്കത്തില്ല. പക്ഷേ ദൈവവിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നു. യോബ് ഉറച്ചു നിന്നതുപോലെ അതുപോലെ ഉറച്ചു നിന്നത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ തൻ്റെ പരീക്ഷ ആമേൻ അബ്രഹാമിനുണ്ടായ പരീക്ഷ ഇതാണ്. യോബിന് പരീക്ഷ ഉണ്ടായി, അബ്രഹാമിന്റെ പരീക്ഷ ഇതാണ്, മക്കളില്ല എന്നുള്ള പരീക്ഷ. ദൈവം പറഞ്ഞതാണ്, അവൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൽ അവൻ ഉറച്ചു നിന്നത് കൊണ്ട് ദൈവം എന്ന് പറഞ്ഞ് നിന്റെ മക്കളെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ആമേൻ കടൽക്കരയിലെ മണൽത്തരി പോലെയും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. അങ്ങനെ ഇരട്ടിപ്പിക്കുന്ന അവനോട്ടാണ് ആമേൻ അബ്രഹാമിനോട് ആമേൻ പിന്നെ ദൈവം പറഞ്ഞത്, നീ ഹല്ലേലൂയ വലത്തോട്ട് ചിന്തിക്കണ്ട, കിഴക്കോട്ട് ചിന്തിക്കണ്ട, തെക്കോട്ട് പടിഞ്ഞാറോട്ട് ഒന്നും നീ ചിന്തിക്കണ്ട. നീ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുക, ദൈവം പറയുന്നത് കേൾക്കുക, ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കുക, അത്രമാത്രം ചെയ്യുക, ദൈവത്തിൽ വിശ്വസിക്കുക, ബാക്കി മുഴുവനും ദൈവം ചെയ്തു തരുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ആമേൻ. അവൻ സകലതും പ്രാപിച്ചെടുക്കുവാനിടയെ തീർന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ നമ്മൾ വന്നിട്ട് വചനം കൊണ്ട് വേഗത്തിൽ സദൃശവാക്യത്തിലേക്ക് വരും. സദൃശവാക്യയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11 വരുമ്പോൾ 3:11 വായിച്ചാലും ദിവസേ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3:11-12 വചനങ്ങൾ. അവിടെ ഞങ്ങളോടുകൂടെ വരിക. അങ്ങനെയല്ല, 3:11 സദൃശവാക്യങ്ങൾ. അവിടെ മകനെ ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും എന്താ ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും 3:11 അതാണ്. മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത് എന്ന് പറയും. അവന്റെ ശാസനയിൽ മുഷിഞ്ഞു പോകരുത്. നമ്മൾ എന്തെങ്കിലും തളർച്ചയോ ഒക്കെ അനുഭവിക്കുമ്പോൾ ദൈവത്തെ കുറ്റം പറയരുത് ആരും. നമ്മുടെ സ്വന്തം മോഹത്താല് ലോകവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. സാത്താനുമായിട്ടുള്ള ബന്ധത്തിലാണ്. സാത്താനാണ് നമ്മളെ ഇതെല്ലാം നമുക്ക് വിഷയങ്ങൾ ഉണ്ടാക്കിയിടുന്നത്. നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുക, വിശ്വാസത്തിൽ ശക്തിപ്പെടുക. ഹല്ലേലൂയ എന്നാണ് അവിടെ പറയുന്നത്. ഒരു വചനം കൂടി 1-2 വചനം കൂടി വേഗത്തിൽ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം. ആമേൻ. ഹല്ലേലൂയ. അവിടെ സ്തോത്രം. ആമേൻ. നമ്മൾ വായിച്ചത് പ്രകാരം ഓരോ മനുഷ്യനെയും ദൈവം ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. സ്വന്തം പുത്രനോട് എന്ന പോലെയാകുന്നു ദൈവിക ആമേൻ ശിക്ഷകൾ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം. ആമേൻ. 12-1-2 വചനം വായിച്ചാട്ടെ. എബ്രായർക്ക് എഴുതിയത്, എബ്രായർക്ക് എഴുതിയ ലേഖനം. ആകയാൽ 5 മുതൽ മകനെ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും നഷ്ടമുണ്ട്. അത് കർത്താവ് അറിയാതെ വരുന്നില്ല. പക്ഷെ നമ്മളത് ഇവിടെ നേരത്തെ വചനം എന്താ പറയണത്? നമ്മുടെ
ഓരോരുത്തരുടെയും ഇരിപ്പ് വശം അനുസരിച്ചാണ് നമുക്ക് ഓരോ ബുദ്ധിമുട്ട് വരുന്നത്. നമ്മൾ ദൈവത്തോടു കൂടി എത്ര പറ്റിച്ചേർന്നിരിക്കുമോ അത്രയും ബുദ്ധിമുട്ട് മാറിപ്പോകും. സാത്താൻ മാറിപ്പോകും, പരീക്ഷകൻ മാറിപ്പോകും, ദൈവത്തിന് ജോലി കുറയും നമ്മളോടുള്ള. ഹല്ലേലൂയ. നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും, വിടുതൽ തന്നെ പ്രാപിക്കും, അനുഗ്രഹങ്ങൾ തന്നെ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിത്യരക്ഷയ്ക്ക് പാത്രീഭവനായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തോട് കൂടെ നടന്നാൽ എല്ലാവേ ദൈവത്തിന് നമ്മളെ നമുക്ക് വേണ്ടി ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ സാത്താനുമായിട്ട് ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വരും ദൈവത്തിന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അത് വായിച്ച തുറന്നങ്ങോട്ട് വായിച്ചാലോ, അത് 12:5 മുതൽ അങ്ങോട്ട്. മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. ആമേൻ. താൻ്റെ സ്നേഹിക്കുന്നവർ താൻ കൈക്കൊള്ളുന്നവരെ അവൻ തല്ലുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. നിങ്ങൾ മറന്നു കളയരുത്. ആമേൻ. അപ്പനോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ ബാലശിക്ഷ, നിങ്ങൾക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകൾ മുഴുവനും ബാലശിക്ഷയാണ്. അത് നമ്മൾ ആമേൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, എനിക്കറിയാം. നമ്മുടെ ബുദ്ധിമുട്ടുകളില്ലാത്തവരാരുമില്ല. ഇതൊരു ബാലശിക്ഷ മാത്രമാണ് എന്ന് ഓർത്ത് ദൈവത്തോട് പറ്റിച്ചേർന്ന പോലെ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറും. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെ? ആമേൻ. അപ്പൻ ശിക്ഷിക്കാത്ത. ആമേൻ. അങ്ങനെ നമ്മളൊക്കെ ഓരോരുത്തരും നോക്കിയാല് അപ്പന്റെ ശിക്ഷണത്തിലാണ് നമ്മള്. അവന്റെ ശാസമേൻ നമ്മൾ ശിക്ഷണം അനുഭവിക്കുകയും അവന്റെ ശാസനത്തിന് കീഴിലാണ്. നമ്മൾ ശിക്ഷ അനുഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ ശിക്ഷിക്കും, നമ്മൾ നേരെ വഴി പോകാതിരിക്കുമ്പോൾ ശിക്ഷിച്ചിട്ട് അവൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ആമേൻ. നമ്മൾ നേരെ വഴി പോകുന്ന അപ്പന്റെ ഇഷ്ടപ്രകാരം പോകാതെ വരുമ്പോൾ ഹല്ലേലൂയ, നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറയും, നീ രക്ഷപ്പെടത്തില്ലെന്ന് പറയും. അപ്പം പറയും അത് അടിയാണ്, രക്ഷപ്പെടില്ലെന്ന് പറയുന്നത്. ശരീരത്തിൽ അടിച്ചില്ലെന്നേ മാത്രമേ ഉള്ളൂ, രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ വലിയ അടിയാണ്. ആമേൻ. അത് ആത്മാവിനെ മുറിവേൽപ്പിക്കുന്നതാണ്. രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്നത്, നീ അനുഗ്രഹിക്കപ്പെടത്തില്ല, നന്മ പ്രാപിക്കത്തില്ല എന്ന് പറയുന്നത്. അപ്പന് ദേഷ്യം വന്നിട്ട് അപ്പൻ അടിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അപ്പനെ വിട്ടു പോകരുത്. അപ്പന്റെ ശാസനെ നമ്മുടെ കുറ്റനിമിത്തമാണ് നമ്മളെ അപ്പൻ അടിക്കുകയും ശാസിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ രക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കാലത്തിന്റെ നടുവിൽ കർത്താവ് നമ്മോട് കൂടി നമ്മളെ രക്ഷിപ്പാൻ വേണ്ടി പഴയ കാലഘട്ടത്തിൽ പഴയ പ്രമാണപ്രകാരമൊക്കെ വഴിതെറ്റിപ്പോയി കാണാതെ പോയി ശിക്ഷിക്കപ്പെട്ടു ശിക്ഷാർഹരാകുന്ന നമ്മളെയാകുന്നു പകൽക്കാലത്തിൽ കർത്താവ് തിരഞ്ഞു രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വരാൻ കൊടുക്കുന്ന അങ്ങനെ വെളിപ്പാട് പുസ്തകം 3:19 വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം. അപ്പ യേശുവേ, എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയ മക്കളെ, കൈവിട്ട മക്കളെ ഞാൻ ശാസിക്കുന്നില്ല. അത് ലോകപ്രകാരം അവരെ പോയിക്കൊണ്ടിരിക്കും. അവർ ചെന്ന് ലോകപ്രകാരം ചെന്ന് ഛേദപ്പെടും. ദൈവസന്നിധിയിലുള്ള ദൈവമക്കളെ അവർ പ്രിയ മക്കളാണ്. നമ്മൾ ആരെങ്കിലും ഇന്ന് പകൽക്കാലത്തില് ദുഃഖോ ദുരിതോ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വ്യതകൾ അനുഭവിക്കുന്നുണ്ട്, ഞെരുക്കം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ധൈര്യപ്പെടുക. കർത്താവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. അവന്റെ ശാസന കേട്ട് അനുസരിക്കുക. നമുക്ക് ജയം നൽകും. ഈ ലോകത്തിൽ മാത്രമല്ല, പരലോകത്തിലും ഉറപ്പാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വായിച്ചാലും ആ ഭാഗം തന്നെ വായിച്ചാലും എനിക്ക് പ്രിയമുള്ളവരൊക്കെ പ്രിയപ്പെട്ടവർ നമുക്ക് ഇഷ്ടമുള്ളവരെ പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ എന്നാണ് വിളിക്കുന്നത് നമ്മളല്ലേ. ഞാൻ അങ്ങനെയാണ്. ഇഷ്ടമുള്ളവരെയൊക്കെ പ്രിയപ്പെട്ടവളെ പ്രിയപ്പെട്ടവനെ എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് അവരെ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയുവാനും എന്തെങ്കിലും ഒരു അടി കൊടുക്കുവാനും ഒക്കെ പറ്റത്തുള്ളൂ, ശാസിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അല്ലാത്തവരാരും കേൾക്കത്തില്ല.
പ്രിയപുത്രന്മാർ കേട്ടനുസരിക്കും. അവർ കേട്ടനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കും. Praise the Lord. വായിച്ചാലും ഹല്ലേലൂയ, സ്തോത്രം. ആ. എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കും. ജാഗ്രതയുള്ളവനായിരിക്കാം. മാനസാന്തരപ്പെടുക. ആമേൻ. എന്താ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക. എല്ലാറ്റിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വരുവാൻ, അപ്പനിൽ നിന്ന് എല്ലാം പ്രാപിച്ചെടുക്കുവാൻ, നമ്മളിൽ നിന്ന് സമാധാനമായ സമാധാനം, സന്തോഷമെങ്കിൽ സന്തോഷം, സൗഖ്യമെങ്കിൽ സൗഖ്യം. ഞങ്ങൾ എവിടെയൊക്കെയോ വച്ച് വീണുപോയി, ഏതൊക്കെയോ തലത്തിൽ വീണുപോയി, ഏതൊക്കെ തലത്തിൽ കാണാതെ പോയി, അപ്പനെ വിട്ട് അകന്നു പോയി, അപ്പന്റെ ഉപദേശങ്ങൾ വിട്ട്, അപ്പന്റെ പ്രമാണങ്ങൾ വിട്ട് അകന്നു പോയി. ലോകപ്രകാരം ഞങ്ങൾ കടന്നുപോയി. നമ്മൾ മടങ്ങി വരണം. മടങ്ങി വരുന്നൊരു മടത്തി വരുത്തുന്നൊരു പകൽക്കാലമാണ്. അപ്പൻ്റെ ശാസന കേൾക്കുവാൻ. ആമേൻ ആമേൻ. നമ്മൾ അപ്പൻ്റെ ശാസന വിട്ട് ലോകപ്രകാരം പോകുമ്പോൾ അവൻ നമ്മളെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മടങ്ങി വന്നാൽ അവൻ രക്ഷിക്കും. പകൽക്കാലത്തിൽ അതേപ്പാ, ഇന്ന് പകൽക്കാലത്തിൽ ഞങ്ങൾ അങ്ങയുടെ വചനങ്ങളെ കേൾക്കുവാനിടയിൽ തീർന്നു. അങ്ങ് ഞങ്ങളോട് പകൽക്കാലത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിപ്പാനിടയിൽ തീർന്നുവല്ലോ അപ്പാ. യേശുവേ, ഞങ്ങളുടെ ശിക്ഷ ആമേൻ, ഞങ്ങളെ പലപ്പോഴായി അങ്ങ് ശിക്ഷിച്ചു. ആമേൻ, ഹല്ലേലൂയ. അങ്ങല്ലേ ലോകം ശിക്ഷിച്ചു. ആമേൻ. എന്നാൽ നമ്മുടെ ശിക്ഷ മുഴുവനും നമ്മുടെ കർത്താവ് കാൽവരിയിലൂടെ അവൻ ഏറ്റുവാങ്ങി. അവനിലൂടെ നമുക്ക് പാപമോചനവും പാപപരിഹാരവും വന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരാർത്ഥം നമ്മുടെ കർത്താവ് യേശു പാപികൾക്ക് വേണ്ടി ആമേൻ കാൽവരിയുടെ കുലത്തലത്തിൽ യാഗമായി. ആമേൻ. അവൻ്റെ അടിപ്പുണരുകളാൽ അവൻ നമുക്കെല്ലാവർക്കും സൗഖ്യവും സമാധാനവും ഒക്കെ കൽപ്പിച്ചിരിക്കും. അവൻ്റെ നാമത്തിൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ആമേൻ നിത്യരക്ഷയുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവര് അവർക്ക് നിത്യരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവേ, ഈ സന്ദേശം കേട്ട മുഴുവൻ പേരെ അങ്ങ് അനുഗ്രഹിച്ചാലും അപ്പ. യേശുവേ, ആമേൻ. ശിക്ഷകൾ രക്ഷയ്ക്കായിട്ട് തീരുന്നു എന്നുള്ള ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ശിക്ഷകളും രക്ഷയ്ക്കായിട്ടുള്ളതാകുന്നു. എല്ലാ തലത്തിലും നമ്മൾ രോഗിയായി തീർന്നത്, നമ്മൾ വീണു പോയത്, നമ്മൾ ബലഹീനരായി തീർന്നത്, നമ്മളുടെ നഷ്ടങ്ങള് എല്ലാം രക്ഷയ്ക്കായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. ആയ നിമിത്തം ആമേൻ ആമേൻ. ദൈവം അന്ന് കർത്താവ് പകൽ നമ്മോട് സംസാരിപ്പാനിടയിൽ തീർന്നു. എല്ലാവരെയും ഏൽപ്പിച്ചു തരുന്നു അപ്പാ. യേശുവിൻ്റെ പാദവടകൾ മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരുന്നു. എല്ലാവരും അനുഗ്രഹിച്ചാൽ, എല്ലാവരും വിടുവിച്ചാലും ദൈവം അന്ന് കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മകളെ എല്ലാവർക്കും നൽകിയാലും, എല്ലാവരുടെ ജീവിതത്തിൽ പാപമോചനവും പാപപരിഹാരവും നിത്യരക്ഷയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയിൽ ഏദൻ തോട്ടത്തിൽ കാഴ്ചയാനുള്ള നിത്യത ഒരുക്കിയിരുന്നു. അത് നമ്മളിൽ നിന്ന് നഷ്ടമായി പോയല്ലോ കർത്താവേ. എന്നാൽ പുതിയ നിയമപ്രകാരം വിശ്വാസത്താൽ, കൃപയാൽ അങ്ങ് ദാനമായി നൽകുന്ന വിശ്വാസത്താലുള്ള നിത്യരക്ഷയെ എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കണമേ. എല്ലാവരെയും താഴ്ത്തുന്നു.